വളരെ ഞെട്ടിക്കുന്നൊരു ചിത്രം തന്നെയാണ്. കാര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല അത് ഇത്രയും നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു പാരലൽ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അമേച്ചറിഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ നമ്മളെ ക്യാരി ചെയ്തു, നമ്മൾ കൂടെ നടന്നു, നമ്മൾ അവരുടെ മാനസികാവസ്ഥകളിലൂടെ കടന്നുപോയി, പലപ്പോഴും നമ്മളെ തന്നെ കണ്ടു. അവസാനം ഇങ്ങനെ ഞെട്ടിക്കൽ ഇതിൻ്റെ കഥ വായിച്ചതായിരുന്നു നേരത്തെ ഉണ്ണിയാറിൻ്റെ. അപ്പോൾ അന്ന് വായിച്ചപ്പോൾ ക്രിസ്പിനെസ് ആ ഒരു 2-3 പേജിൽ നമ്മൾ ഞെട്ടിച്ച ആ സാധനം വളരെ വിശാലമായിട്ടൊരു 2 മണിക്കൂർ കൊണ്ട് നമ്മളെ വെടിച്ചിരുത്തി ഞെട്ടിച്ചു എന്നുള്ളതാണ് സിനിമ. അതുതന്നെയാണ് തോന്നിയത്. നല്ല സിനിമയായിരുന്നു, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ക്യാമറ വർക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. പിന്നെ ഡയലോഗ് എല്ലാം നാച്ചുറൽ ആയിരുന്നു. സാധാരണ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫീലോ അങ്ങനെയൊന്നും ഇല്ല. സൂര്യ പറഞ്ഞൊന്നും സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഒരു റിയാലിറ്റി നന്നായിട്ട് വ്യൂവേഴ്സിലേക്ക് വരുന്ന സിനിമയായിരുന്നു. ഭയങ്കര എൻഡിങ് അൺഎക്സ്പെക്റ്റഡ് ആണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമ. നേരിട്ട് മനസ്സിലേക്ക് കയറുന്ന വിധത്തിലാണ് അതിൻ്റെ ചിത്രീകരണവും ചെയ്തിരിക്കുന്നത്. അതേസമയം കാടിൻ്റെയും പുഴേൻ്റെയൊക്കെ ഭംഗി ഫുള്ള് ആവാഹിച്ച പോലത്തെ ഒരു ഫോട്ടോഗ്രാഫിയാണ്. വളരെ ഇഷ്ടമായി. വളരെ നല്ല സിനിമയായിരുന്നു. നമ്മൾ നിലവിൽ കണ്ടുവരുന്ന സിനിമകളിൽ നമ്മളൊരു വ്യത്യസ്തമായൊരു അവതരണമായിരുന്നു. ഇതുവരെയും കണ്ടുപഴകാത്ത ഒരു അവതരണമാണ്. നേരത്തെ IF കണ്ടാണ്. ഇപ്പോൾ കണ്ടപ്പോൾ പോലും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഒരു തിയേറ്റർ ആക്ടിങ്ങിൻ്റെ എലമെൻറ്റിലുണ്ട് തന്നെ, അവർ ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടിട്ട് പോലും ഇപ്പോൾ കണ്ടപ്പോൾ ഒരു പുതിയൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. നല്ല സിനിമ നന്നായിരുന്നു. ഉഗ്ര മൂവി ഇതാണത്. കൈൻഡ് ഓഫ് നാച്ചുറാലിറ്റി മാക്സിമം വി കാൺ ജസ്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, ഇങ്ങനെ കാണാൻ പറ്റില്ല. മാക്സിമം സൂപ്പർ ഓപ്സം. സിനിമ കണ്ടിട്ട് സ്പീച്ച്ലെസ് ആയി. എനിക്ക് ഇപ്പോഴത്തെ ശരിക്കുള്ള സിനേറിയോ തന്നെയാണ് പറയണത്. കാസ്റ്റിൻ്റെ ഡിസ്കോഴ്സാണെന്നാണ് വരുന്നത്. ഇപ്പോൾ ഈ ദളിത്സിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നവും ഇപ്പോഴത്തെ അംബേദ്കറൈറ്റ് പൊളിറ്റിക്സും യൂണിവേഴ്സിറ്റീസിൽ നടക്കണ സാധനവും ഇത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ലോവർ കാസ്റ്റ് ആൾക്കാർ ഡിസ്കോഴ്സിലേ വരുന്നില്ല, ബാക്കി എല്ലാ ആൾക്കാരുമാണ് നെഗോസിയേഷൻ ചെയ്ത് അവസാനം വിക്ടിമാവണത് ഇയാളാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ചെറിയ ബുദ്ധിയുള്ളവർക്ക് തന്നെ അത് സിനിമ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് സംവിധായകൻ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഘടകമാണ്. അതിൽ പോസിറ്റീവായിട്ട് കാണേണ്ടുന്ന ഒരു ഘടകം കൂടിയാണ്. നല്ല തട്ടുപൊളിപ്പ് സിനിമകൾ തന്നെ ഒരു തവണ കൂടുതൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പ്രശ്നമാണ്. പക്ഷേ ഇത് എത്ര കണ്ടാലും മടുക്കാത്ത തരത്തിലുള്ളൊരു മേക്കിംഗ് ശൈലിയാണ്. നിരവധി സിനിമകൾ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ വന്നിട്ടില്ല. അത് വളരെ നമുക്ക് അഭിമാനപൂർവ്വം മലയാളിക്ക് അവകാശപ്പെടാം. ഈ ഒരു മേക്കിംഗ് ശൈലി ലോക സിനിമയിൽ തന്നെ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളിലൊന്നാണ്. ഏറ്റവും വലിയ സന്തോഷം 20 വർഷത്തെ ഒരു ഫെസ്റ്റിവൽ കൾച്ചർ വേണ്ടി വന്ന് മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ കിട്ടാൻ എന്നുള്ളതാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ വളരെ ലളിതമായ ഭാഷയിൽ ഈ അവാർഡ് സിനിമകളുടെ വളരെ ദുർഗ്രഹമായ രീതിയിലുള്ള ഒരു ഭാഷ ഇതിനില്ല. അത് വളരെ കൃത്യമായിട്ട് തന്നെ സനൽകുമാർ ശശിധരൻ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. വളരെ നല്ല സിനിമയാണ്. ഹൈലി പൊളിറ്റിക്കലാണ്. ഇത്രയും പൊളിറ്റിക്കൽ ആയിരുന്നിട്ട് കൂടി സാധാരണ ജനങ്ങളെയും രസിപ്പിക്കാൻ പറ്റുന്ന ഒത്തിരി എലമെൻസ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമ കൂടുതലായി നാട്ടുകാർ ഏറ്റെടുക്കുന്നത് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഹൗസ്ഫുള്ളായിട്ടുള്ള ഈ ഓഡിയൻസായി കണ്ടത് ഇത്രയൊന്നും പ്രതീക്ഷയല്ല വന്നത്. ഒരു ഓഫ് ബീറ്റ് പടത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പബ്ലിസിറ്റിയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. അതിനെ ജനങ്ങൾ മാക്സിമം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രയും നല്ല സിനിമയാണ്. ഞാൻ ഈ സിനിമയുടെ ഭാഗമല്ല, ഈ സിനിമയുടെ ആരുമല്ല. പക്ഷേ ഒരു നല്ല സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് ഏറ്റെടുക്കുന്നത്. ഓഡിയൻസിൻ്റെ റെസ്പോൺസ് വളരെ നല്ലതാണ്, ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ പോയി. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല കാര്യം. അപ്പം നല്ല ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം. ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, ഹൗസ്ഫുള്ളാണ്. അപ്പം ഈ ഒരു മൊമെൻറ്റോ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പടം നല്ല രീതിയിൽ ശ്രദ്ധിക്കും എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. പ്രതീക്ഷിക്കാമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് ആൾക്കാർ വരികയും ഹൗസ്ഫുള്ളായി ഓടുകയും ആൾക്കാർ അതിൽ ഇൻവോൾവ്ഡായി അത് ആസ്വദിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രോത്സാഹനവും കൂടിയാണ്. പ്രേക്ഷകരുടെ പ്രതികരണം നമ്മൾ വിചാരിച്ചതിന് വളരെ വളരെ അപ്പുറത്താണ്. ഈ ഒരു സിനിമ നമ്മൾ ഒരു തരത്തിലുള്ള പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പായി. ഇത് പക്ഷേ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർ വളരെ ഇഷ്ടപ്പെട്ട് നമ്മളെ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചായാലും പെർഫോമൻസിനെ കുറിച്ചായാലും അതിൻ്റെ ആസ്വാദനത്തിനെ കുറിച്ച് ഒരു രക്ഷയില്ലാത്ത ഫീഡ്ബാക്കാണ് പ്രേക്ഷകരിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇപ്പോൾ എറണാകുളത്തായാലും കോട്ടയത്തായാലും നമുക്ക് കണ്ടിട്ടിറങ്ങുന്ന പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് സൂപ്പർ. സോ താങ്ക്സ് അലോട്ട് ഈച്ച് ആൻഡ് എവരിവൺ. ഓരോ മനുഷ്യർക്ക് ഞാൻ നന്ദി പറയുകയാണ് സിനിമ സപ്പോർട്ട് ചെയ്തതിനും ഈ ഞങ്ങളെ ഇത്രയും വലിയൊരു വിജയത്തിൽ ഈ സിനിമ എത്തിച്ചതിനും. അതെ, എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി.